മാസ്റ്റർ ഫോർ യുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റി എക്സസൈസ് നമ്പർ 13.2 15ാമത്തെ ക്വസ്റ്റൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ തന്നെയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് വായിക്കാം. വൺ കാർഡ് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം എ വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് 52 കാർഡ്സ്. അല്ലെ, ഒരു കാർഡ് നമ്മൾ എന്താണ് റാൻഡം ആയിട്ട് ചൂസ് ചെയ്യാനെന്ന് പറഞ്ഞത്. എത്ര കാർഡ്സ് ചെയ്യുന്ന 52 കാർഡ്സ് ചെയ്യുന്ന ഒരു കാർഡ് നമ്മൾ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിച്ചോ, ഫസ്റ്റ് കേസിൽ എന്താ പറയുന്നവര്, കാർഡ് ഈസ് ഡ്രോൺ ഈസ് എ സ്പെയ്ഡ്. ഫസ്റ്റ് എന്നാ പറഞ്ഞ എന്ന് പറഞ്ഞ ഇവന്റിൽ അവർ പറയുന്നത് കാർഡ് ഏതാണെന്നാണ് പറയുന്നത്, സ്പെയ്ഡ് ആണെന്നാണ് പറയുന്നത്. അല്ലെ, എന്ന് പറഞ്ഞ ഇവന്റ് കാർഡ് ഡ്രോൺ ഈസ് എ സ്പെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പൊ പി ഓഫ് ഇ എന്തായിരിക്കും? സ്പെയ്ഡ് എന്ന് പറഞ്ഞ എത്ര സ്പെയ്ഡ് ഉണ്ട്? 13 സ്പെയ്ഡ് ഉണ്ട്. അല്ലെ, 13 സ്പെയ്ഡ് ഉണ്ട്. 52 കാർഡിൽ എത്രയാണ്? ക്ലബ്സ്, സ്പെയ്ഡ്സ്, ഡയമണ്ട്സ്, എനിക്ക് വലുതായിട്ട് എൻ്റെ ഓർഡർ അറിയത്തില്ല, എങ്കിലും സ്പെയ്ഡ്സ് എത്ര ഉണ്ടാ? റെഡ് കാർഡ് മൊത്തത്തിൽ 26 എണ്ണവും ബ്ലാക്ക് കാർഡ് മൊത്തത്തിൽ 26 എണ്ണം. അപ്പൊ റെഡിന് ഓരോന്നിനകത്തും 13 വെച്ച് ഓരോ സെറ്റും ഉണ്ട്. അല്ലെ, ഇതാണ് കോമ്പിനേഷൻ. ഇങ്ങനെയാണ് 52 കാർഡ് വരുന്നത്. അപ്പൊ സ്പെയ്ഡ് തന്നെ എത്ര ഉണ്ട്? മൊത്തത്തിൽ 13 സ്പെയ്ഡ്സ് ഉണ്ട്. അല്ലെ, അപ്പൊ പി ഓഫ് ഇ 13/52 ആണ്. അപ്പൊ കാർഡ് ഡ്രോൺ ഈസ്, ഇതിൽ ഏതൊക്കെയാണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്, നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അടുത്ത പി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഡ് ഡ്രോൺ ഈസ് ആൻ എയ്സ്. എയ്സ് എത്ര ഉണ്ടടാ? മൊത്തത്തിൽ 52 കാർഡിൽ 4 എയ്സേ ഉള്ളൂ. അപ്പോൾ 4 എത്രയാണ്? 52. അപ്പൊ 4 എയ്സ് ആണുള്ളത്. ഇനി അടുത്ത പി ഓഫ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണോ എന്നല്ലേ കണ്ടുപിടിക്കുക. ഈ ഇന്റർസെക്ഷൻ എഫ് എന്താണ് നോക്കണം. ഈ ഇന്റർസെക്ഷൻ പി അല്ല, ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഡ് ഡ്രോൺ ഈസ് ആൻ എയ്സ് ഓഫ് സ്പെയ്ഡ്. സ്പെയ്ഡിലുള്ള എയ്സ്, കാരണം ഇതിൽ കോമൺ അല്ലേ കൊടുക്കാനുള്ള. അപ്പം 4 സ്പെയ്ഡ് ആണുള്ളത്. അല്ലെ, 4 എയ്സ് ആണുള്ളത്. അപ്പൊ ഓരോ 13നകത്ത് ഓരോന്നുണ്ട്. അപ്പൊ അതാണ് 4 എയ്സ്. ഈ എയ്സ് ഓഫ് സ്പെയ്ഡിനകത്ത് എയ്സ് എത്ര ഉണ്ട്? സ്പെയ്ഡിനകത്ത് എയ്സ് എത്ര ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ. അല്ലെ, 4 സെറ്റിനകത്താണ് ഓരോന്ന് വെച്ചുള്ളത്. അപ്പൊ 13നകത്ത് എത്രയേ കാണത്തുള്ളൂ? ഒരെണ്ണേ കാണത്തുള്ളൂ. അല്ലെ, അപ്പൊ പി ഓഫ് ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1/52 ആയിരിക്കും. ഇനി ഇത് ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആണോ ചെക്ക് ചെയ്യണം. പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ചെയ്ത് നോക്കാം. ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും ഇതും സെയിം ആണെങ്കിൽ എന്താണ്? ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. അല്ലെ, പി ഓഫ് ഇ 13/52 ഇൻറ്റു പി ഓഫ് എഫ് എത്രയാണ്? 4/52. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടൂടാ? 1/52 എന്ന് തന്നെ കിട്ടും കേട്ടോ. ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. 1/52 തന്നെ കിട്ടും. കാരണം 13ഉം 52 കട്ട് ചെയ്താൽ 4 വരെ, ഇവിടുത്തെ 4 ഇതും കട്ട് ചെയ്താൽ എന്ത് കിട്ടും? 1/52 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് പറയാം ഇ ആൻഡ് എഫ് ആർ എന്താണ്? ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തതെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോണേ. ദ കാർഡ് ഡ്രോൺ ഈസ് ബ്ലാക്ക്. ബ്ലാക്ക് കാർഡ് ഡ്രോൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ബ്ലാക്ക് കാർഡ്സ് മൊത്തത്തിൽ ഞാൻ പറഞ്ഞു 26 കാർഡേ ഉള്ളൂ. അപ്പൊ 26/52. അടുത്ത കാർഡ്, ദ കാർഡ് ഡ്രോൺ ഈസ് കിങ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിങ് ആണ്. കിങ് എത്ര കിങ് ഉണ്ടോ? 4 കിങ് ഉണ്ട്. ഓരോ 13 ഓരോ കിങ്. അല്ലേ, അപ്പൊ 4/52 എന്ന് എഴുതിക്കൂടെ? ഇനി അടുത്ത ഈ ഇന്റർസെക്ഷൻ എഫ് കണ്ടുപിടിക്കണം. അപ്പൊ കിങ് ഓഫ് ഏതാണ്? ബ്ലാക്ക്. രണ്ടിലും കോമൺ അല്ലേ? കോമണേ പറയാം. കാർഡ് ഡ്രോൺ ഈസ് എ ബ്ലാക്ക് കിങ്. രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. ഇപ്പൊ ബ്ലാക്ക് കിങ് മൊത്തത്തിൽ 26 ബ്ലാക്ക് ഉണ്ട്. 26 ബ്ലാക്കിൽ ഒബ്വിയസ്ലി എത്ര കിങ് കാണും? 2 കിങ് കാണത്തില്ലേ? ഓരോ 13 ഓരോ കിങ് കാണും. അപ്പൊ 2/52 എന്ന് കിട്ടും നിങ്ങൾക്ക്. മനസ്സിലായില്ലേ? ജസ്റ്റ് കാൽക്കുലേഷൻ. അപ്പൊ ഇനി അടുത്ത ഇത് രണ്ടും കൂടെ ചെക്ക് ചെയ്യാം. പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫും കൂടെ ചെക്ക് ചെയ്യുമ്പോൾ അത് കിട്ടുമെന്ന് നോക്കാം. അതായത് 26/52 ഇൻറ്റു എന്താണ്? 4/52. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടൂടാ? ഇതും എന്ത് കിട്ടൂടാ? 2/52 എന്ന് തന്നെ കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ എന്താണ്? 1/26 കട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇതും കട്ട് ചെയ്യുമ്പോൾ 1/26 എന്ന് തന്നെ കിട്ടും കേട്ടോ. ഇത്ര എളുപ്പമാണ്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് പറയാം? ഇ ആൻഡ് എഫ് ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. അടുത്തത് മൂന്നാമത്തത്, അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, കാണാൻ പറ്റും. ദ കാർഡ് ഡ്രോൺ ഈസ് എ കിങ് ഓർ ക്യൂൻ. ഇപ്പൊ പി ഓഫ് ഇ കിങ് അല്ലെങ്കിൽ ക്യൂൻ. അല്ലെ, കിങ് ഓർ ക്യൂൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. കിങ് ഓർ ക്യൂൻ എത്ര കിങ് ഉണ്ട്? അല്ലെങ്കിൽ എത്ര ക്യൂൻ ഉണ്ട്? 8 എണ്ണം. 4 കിങ്ങും ഉണ്ട്, അതേപോലെ 4 ക്യൂനും ഉണ്ട്. അല്ലെ, അപ്പൊ മൊത്തത്തിൽ എത്ര എണ്ണം വരുവാടാ? 8 എണ്ണം. 8/52. അതെ, കാർഡ് ഡ്രോൺ ഈസ് എ ക്യൂൻ ഓർ ജാക്ക്. ആ ക്യൂനും ജാക്കും എത്ര എണ്ണം ഉണ്ടടാ? അതും എത്ര എണ്ണം? 4 ക്യൂനുണ്ട്, 4 ജാക്ക് ഉണ്ട്. അല്ലെ, 8/52. ഇനി ഈ ഇന്റർസെക്ഷൻ എഫ്, ഈ രണ്ടിലും കൂടെ കോമൺ ആയിട്ടുള്ള പേര് തന്നെ എന്താണ്ടാ? ക്യൂൻ അല്ലേ? രണ്ടിലും കോമൺ ആയിട്ട് ക്യൂൻ എന്ന് പറഞ്ഞ പേരല്ലേ ഉള്ളൂ. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എത്ര ക്യൂനേ ഉള്ളൂ? 4/52. രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. ഇനി
പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ചെയ്ത് നോക്കാം. പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് കണ്ടുപിടിക്കാൻ പറ്റുമോ? 8/52 ഇൻറ്റു 8/52 അല്ലേ? ഇത് ചെയ്യുമ്പോൾ 4/169 എന്ന് കിട്ടും. രണ്ട് സെയിം ആണോ? അല്ല. സോ ഇ ആൻഡ് എഫ് ആർ പി ഓഫ് ആണ്. ഇ ആൻഡ് എഫ് ആർ നോട്ട് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. ഓക്കെ, വളരെ പാടുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഞാൻ എത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് 3-4 പ്രാവശ്യം നിങ്ങൾ ഇത് കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ, എങ്കിലേ ആ ഒരു കോൺസെപ്റ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ ഹോസ്റ്റൽ ഇത് എക്സസൈസ് ഒക്കെ എഴുതി വെച്ചാൽ ഓക്കെ. പിന്നെ ഹോസ്റ്റൽ ഓഫ് 60% സ്റ്റുഡൻസ് റീഡ് ഹിന്ദി ന്യൂസ് പേപ്പർ. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജിലാണ് തന്നേക്കുന്നത്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എഴുതി വരാം. അപ്പോൾ നമുക്ക് ലെറ്റ് എച്ച് എന്ന് പറഞ്ഞാൽ എന്തെഴുതാം? സ്റ്റുഡൻറ് റീഡ്സ് ഹിന്ദി ന്യൂസ് പേപ്പർ. ഓക്കെ, അടുത്ത എച്ച്. അടുത്ത 40% റീഡ് ഇംഗ്ലീഷ് നോട്ട് പേപ്പർ. ഇ എന്ന് പറഞ്ഞു കൊടുക്കാം. സ്റ്റുഡൻറ് റീഡ്സ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഒന്ന് ഹിന്ദിയായി ഒന്ന് ഇംഗ്ലീഷ്. അപ്പോൾ പ്രോബബിലിറ്റി എഴുതാം. പി ഓഫ് എച്ച് ഹിന്ദി വായിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 60/100. പെർസെൻറ്റേജ് തന്നുകൊണ്ടാണ് 100-ലോട്ട് കൺവേർട്ട് ചെയ്തത്. ഈ ഇംഗ്ലീഷ് വായിക്കുന്ന കുട്ടികൾ എത്രയാണ്? 40% അല്ലെ? 40/100. അപ്പൊ ഇങ്ങനെ എഴുതാമല്ലോ. ഇങ്ങനെ എഴുതുന്നതിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇനി അടുത്തത് 20% റീഡ് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. അപ്പൊ പി ഓഫ് എന്താണ്? ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് അല്ലെ? നമുക്ക് എന്തെഴുതാം? ഇ ഇന്റർസെക്ഷൻ എച്ച് അല്ലെങ്കിൽ എച്ച് ഇന്റർസെക്ഷൻ ഇ, രണ്ട് സെയിം ആണ്. 20/100 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് 3 ക്വസ്റ്റ്യൻ്റെ അതുവരെ നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഷീ റീഡ്സ് നെയ്തർ ഹിന്ദി നോർ ഇംഗ്ലീഷ്. അവളെ ഹിന്ദിയും വായിക്കത്തില്ല, എന്തും വായിക്കത്തില്ല, ഇംഗ്ലീഷും വായിക്കത്തില്ല. ശ്രദ്ധിച്ചോളെ. ഫസ്റ്റ് പാർട്ട് പി ഓഫ് അവൾ രണ്ടും വായിക്കത്തില്ല അല്ലെ? പി ഓഫ് നൈദർ ഹിന്ദി നോർ ഇംഗ്ലീഷ് അല്ലെ? ആൻഡ് അല്ലേ? ഹിന്ദിയും വായിക്കത്തില്ല, ഇംഗ്ലീഷും വായിക്കത്തില്ല. അപ്പൊ രണ്ടിനും കൂടെ ഇന്റർസെക്ഷൻ വന്നാൽ, ഞാൻ പഴയ ഒരു വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ പഴയ 2-3 ക്ലാസ്സിന്റെ വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എച്ച് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ഇ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് എന്തെഴുതാം? എച്ച് യൂണിയൻ ഇ ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതി കൂടെ? ഹോൾ കോംപ്ലിമെന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 1 - പി ഓഫ് എച്ച് യൂണിയൻ ഇ എന്ന് പറഞ്ഞുകൂടെടാ? എവിടെ കോംപ്ലിമെന്റ് വന്നാലും 1 - എന്ന് എഴുതി കൂടെ? അപ്പൊ 1 - എന്താണ് എച്ച് യൂണിയൻ ഇ? പി ഓഫ് എച്ച് പ്ലസ് പി ഓഫ് ഇ മൈനസ് പി ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ. ഇതല്ലേ ഫോമില? ഇൻഡിപെൻഡന്റ് ഇവന്റ് ഒന്നും ആണെന്ന് പറയുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സാധാ ഫോമില തന്നെ എടുക്കാം. 1 - പി ഓഫ് എച്ച് നമ്മുടെ കയ്യിലില്ലേ? 60/100 പ്ലസ് പി ഓഫ് ഇ 40/100 മൈനസ് 20/100. ഇങ്ങനെ എഴുതിക്കൂടെ? ധൈര്യമായിട്ട് എഴുതാം കേട്ടോ, ഒരു പ്രശ്നമില്ല. ഇത് ഇത്രയും ചെയ്തിട്ട് പണിയിൽ നിന്ന് മൈനസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളൊന്നും ചെയ്തില്ല. അവള് ഹിന്ദിയും വായിക്കത്തില്ല, ഇംഗ്ലീഷും വായിക്കത്തില്ല എന്നാണ് പറഞ്ഞത്. രണ്ടും വായിക്കണ്ട. അപ്പൊ നമുക്ക് എന്താണ്? എച്ച് ഇന്റർസെക്ഷൻ ഇ ഇന്റർസെക്ഷൻ, എച്ച് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ഇ കോംപ്ലിമെന്റ് എന്ന് കൊടുക്കാം. അപ്പൊ അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തെഴുതാം? എച്ച് യൂണിയൻ ഇ ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാനുള്ള റൂൾ ഉണ്ട്. കോംപ്ലിമെന്റ് വന്നുകൊണ്ട് നമുക്ക് എന്തെഴുതാം? 1 - എച്ച് യൂണിയൻ ഇ എന്ന് എഴുതാം. 1 - എച്ച് യൂണിയൻ ഇയുടെ ഫോമില എന്ന് പറഞ്ഞാൽ പി ഓഫ് എച്ച് പ്ലസ് പി ഓഫ് ഇ മൈനസ് പി ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ. നമുക്ക് അറിയാവുന്ന ഫോമിലാണ്. എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. ഡയറക്റ്റ് ആൻസർ ആണ്. എത്ര കിട്ടുവാടാ? ചെയ്ത് നോക്കണേ, മറക്കല്ലേ. ചെയ്ത് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 1 - 4/5 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 1/5 എന്ന് കിട്ടും. ശ്രദ്ധിച്ചിരിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് ഷീ റീഡ്സ് ഹിന്ദി ന്യൂസ് പേപ്പർ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഷീ റീഡ്സ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. അവള് ഹിന്ദി ന്യൂസ് പേപ്പർ വായിക്കുമെങ്കിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും കൂടെ അവൾ വായിക്കാനുള്ള പ്രോബബിലിറ്റി അങ്ങനെ എത്ര പേരുണ്ട് എന്ന് കണ്ടുപിടിക്കുക. അതായത് അവള് എന്ത് വായിക്കും ഉറപ്പായിട്ട്? ഇഫ് ഷീ റീഡ്സ് ഹിന്ദി ന്യൂസ് പേപ്പർ, ഹിന്ദി എന്തായാലും ഉറപ്പായിട്ടും വായിക്കും അല്ലെ? ഹിന്ദി ഉറപ്പായിട്ടും വായിക്കും. ഇംഗ്ലീഷ് കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി പി ഓഫ് ഇ ഗിവൺ എച്ച്. ശ്രദ്ധിച്ചോളണം, ഹിന്ദി എന്തായാലും വായിക്കും, ഇംഗ്ലീഷ് കണ്ടുപിടിക്കാനുള്ള ഇംഗ്ലീഷ് വായിക്കുന്ന പിള്ളേരുടെ പ്രോബബിലിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. അതായത് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എച്ച് ഡിവൈഡഡ് ബൈ എന്താണടാ? പി ഓഫ് എച്ച്. പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എച്ച് എത്രയാ? നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇ ഇന്റർസെക്ഷൻ എച്ച് 20/100 അല്ലേ? 20/100 അല്ലേ? ഈ ഇന്റർസെക്ഷൻ എച്ച് അല്ലേ? 20/100 ഡിവൈഡ് ബൈ പി ഓഫ് എച്ച്. പി ഓഫ് എച്ച് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ 60/100. 60/100 100 കട്ട് ചെയ്യാം. 20 ഓരോ 0 60 ഒരു 0 കട്ട് ചെയ്യാം. 2/6 കിട്ടും. അതായത് 1/3 ആണ് പ്രോബബിലിറ്റി. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. ഇത്രേ ഉള്ളൂ, എളുപ്പമാണ്.
If she reads English newspaper, find the probability that she reads Hindi newspaper. ഉറപ്പായിട്ട് പറയുന്ന കാര്യം വേണം നമ്മൾ ഗിവണിന്റെ താഴെ കൊടുക്കാൻ. ഇഫ് ഷീ റീഡ്സ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ, ഇംഗ്ലീഷ് എന്തായാലും ഉറപ്പായിട്ടും വായിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ഹിന്ദി കണ്ടുപിടിക്കാനുള്ള പ്രോബിലിറ്റി പി ഓഫ് എച്ച് ഗിവൺ ഇ, പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എച്ച് ഡിവൈഡഡ് ബൈ പി ഓഫ് ഇ. ഇന്റർസെക്ഷൻ എച്ച് ഇന്റർസെക്ഷൻ ഇ രണ്ടും എഴുതാൻ കേട്ടോ, രണ്ട് സെയിം ആണ്. പി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എത്രയാ 40 ആണെന്ന് തോന്നുന്നു എനിക്ക്. 40/100 അല്ല, 40/100 100 കട്ട് ചെയ്യാം, 0 കട്ട് ചെയ്യുമ്പോൾ 2/4 എന്ന് കിട്ടും. 2/4 കട്ട് ചെയ്താൽ എത്രയാണ്? 1/2 ആണ്. അങ്ങനെയുള്ള പിള്ളേരെ പ്രോബിലിറ്റി. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ 13.2 എന്ന് പറഞ്ഞ എക്സസൈസ് നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ 13.3 അത് ഇച്ചിരി ബേസ് തീറോ കേട്ടോ. ബേസ് തീറോ നല്ല ക്വസ്റ്റ്യൻസ് കേട്ടോ, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ബേസ് തീറത്തിലെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, നല്ല ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ ഒരു സ്പെസിഫിക് ടൈപ്പാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇച്ചിരി പാടായിട്ട് തോന്നും. ബാക്കി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. വലിയ പ്രോബ്ലംസ് ആണ്, പക്ഷേ എളുപ്പമാണ്. ഞാൻ എൻ്റെ ട്രിക്കുകളൊക്കെ പറഞ്ഞുതരാം. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും പോർഷൻസ് സെപ്പറേറ്റ് ചെയ്തെടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.